ലോകരാഷ്ട്രീയത്തിന്റെ സ്ഥിരാകേന്ദ്രമായ മധ്യേഷ്യയിൽ വലിയൊരു മാറ്റത്തിന്റെ കാറ്റ് വീശുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2026 ഫെബ്രുവരിയിൽ ഇസ്രയേൽ സന്ദർശിക്കുമ്പോൾ അത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദമല്ല, മറിച്ച് ആഗോള തീവ്രവാദത്തിനെതിരെയുള്ള ഒരു പടച്ചട്ട രൂപീകരിക്കുകയാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ സന്ദർശനത്തെ വിശേഷിപ്പിച്ചത് കണ്ണുകൾക്ക് മുന്നിൽ രൂപപ്പെടുന്ന സമ്പൂർണ്ണ സഖ്യമെന്നാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സുരക്ഷാ സഹകരണത്തിനപ്പുറം ലോകത്തെ പ്രധാന ജനാധിപത്യ ശക്തികളെയും വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥകളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പുതിയ ശാക്തിക ചേരി ഇവിടെ ജന്മമെടുക്കുന്നു. നെതന്യാഹു മുന്നോട്ട് വെച്ച ഹെക്സഗൺ അഥവാ 6 വശങ്ങളുള്ള സഖ്യം എന്നത് ഒരു വിപ്ലവകരമായ ആശയമാണ്. ഇത് ഭൗമരാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു സുരക്ഷാ വലയം തീർക്കുന്നു. ഇതിലെ പ്രധാന പങ്കാളികൾ ഇവയാണ്. സഖ്യത്തിന്റെ നട്ടലായി വർദ്ധിക്കുന്ന ഇന്ത്യ ലോകത്തെ ഏറ്റവും വിപണിയും മാനവശേഷിയുമുള്ള രാജ്യമാണ്. അബ്രഹാം ഉടമ്പടിക്ക് ശേഷം ഇസ്രയേലുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തിയ UAE, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇവർ സഖ്യത്തിന് സാമ്പത്തികവും ഇന്ധനപരവുമായ സുരക്ഷ നൽകുന്നു. വിഭവസമൃദ്ധമായ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ സുഹൃത്ത് രാഷ്ട്രങ്ങൾ ചൈനയുടെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ ഈ സഖ്യം അവരെ സഹായിക്കുന്നു. ഗ്രീസ് മെഡിറ്ററേനിയൻ കടലിലെ സുരക്ഷ ഉറപ്പാക്കുന്ന യൂറോപ്യൻ പങ്കാളി. സൈപ്രസ് യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള തന്ത്രപ്രധാനമായ കവാടം. ഏഷ്യൻ രാഷ്ട്രങ്ങൾ, ദക്ഷിണ കൊറിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള സഹകരണം ഇതിന്റെ ഭാഗമാണ്. ഈ സഖ്യം രൂപപ്പെടുന്നതോടെ പസഫിക് സമുദ്രം മുതൽ മെഡിറ്ററേനിയൻ വരെ നീളുന്ന ഒരു സുരക്ഷാ ഇടനാഴി രൂപപ്പെടും. ഇത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് ശക്തമായ ബദലായി മാറും. പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിൽ ലോകം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് പ്രതിരോധ കരാറുകളിലേക്കാണ്. ഇസ്രയേൽ ഇന്ത്യക്ക് നൽകാൻ പോകുന്ന ലേസർ അധിഷ്ഠിത പ്രതിരോധ സംവിധാനം യുദ്ധതന്ത്രങ്ങളിൽ വലിയ മാറ്റം വരുത്തും. അയൺ ബീം മിസൈലുകളെയും ഡ്രോണുകളെയും ഒരു നിശ്ചിത ഭൂപരിധി ലേസർ രശ്മികൾ ഉപയോഗിച്ച് നിമിഷ നേരം കൊണ്ട് തകർക്കാൻ ഇതിന് കഴിയും. പാരമ്പര്യ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനേക്കാൾ ഇതിന്റെ ചെലവ് വളരെ കുറവാണ്. ഇന്ത്യയുടെ അതിർത്തികളിൽ പാകിസ്ഥാൻ, ചൈന എന്നിവരിൽ നിന്നുള്ള ഡ്രോൺ ഭീഷണികൾ നേരിടാൻ ഇത് നിർണായകമാകും. വെറും ഒരു ആയുധ കച്ചവടത്തിന് പകരം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഈ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കാൻ ഇസ്രയേൽ സമ്മതിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയെ പ്രതിരോധ കയറ്റുമതിയിൽ മുൻനിരയിൽ എത്തിക്കാൻ സഹായിക്കും. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയും ഇസ്രയേലും ഒരേപോലെ സഹിക്കുന്ന രാജ്യങ്ങളാണ്. ഭീകര ഗ്രൂപ്പുകളുടെ നീക്കങ്ങളെക്കുറിച്ച് തത്സമയ വിവരങ്ങൾ കൈമാറാൻ പ്രത്യേക സംവിധാനം നിലവിൽ വരും. മൊസാദും ഇന്ത്യയുടെ റോയും തമ്മിലുള്ള സഹകരണം പുതിയ തലത്തിലെത്തും. ലോകത്തിലെ ഏറ്റവും മികച്ച സൈബർ സുരക്ഷാ വിദഗ്ധർ ഇസ്രയേലിലാണ്. ഇന്ത്യയുടെ ബാങ്കിംഗ്, ഗതാഗത, വാർത്താവിനിമയ മേഖലകളെ സൈബർ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഇസ്രയേൽ സഹായം നൽകും. സുരക്ഷയ്ക്ക് പുറമെ സാമ്പത്തിക മേഖലയിലും ഈ സന്ദർശനം പുതിയ വഴിത്തിരിവാകും. ദീർഘകാലമായി ചർച്ചയിലുള്ള ഇന്ത്യ-ഇസ്രയേൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഈ സന്ദർശനത്തിൽ ഒപ്പിടാൻ സാധ്യതയുണ്ട്. ഇത് വ്യാപാര രംഗത്തെ നികുതികൾ കുറയ്ക്കുകയും വിപണി വിപുലമാക്കുകയും ചെയ്യും. ഇസ്രയേൽ സ്റ്റാർട്ടപ്പുകളുടെ നാടാണ്. ഇന്ത്യ അവയെ വലിയ തോതിൽ നടപ്പിലാക്കാൻ ശേഷിയുള്ള രാജ്യമാണ്. ഇരു രാജ്യങ്ങളിലെയും യുവ സംരംഭകർ കൈകോർക്കുമ്പോൾ ആഗോള വിപണിയിൽ പുതിയ അത്ഭുതങ്ങൾ പിറക്കും. ഈ സന്ദർശനത്തിന്റെ ഗുണഫലങ്ങൾ പ്രതിരോധ മന്ത്രാലയത്തിൽ മാത്രം ഒതുങ്ങില്ല. സാധാരണക്കാരായ കർഷകർക്കും ഇത് വലിയ ഗുണകരമാകും. കുറഞ്ഞ വെള്ളം ഉപയോഗിച്ച് കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഇസ്രയേലി സാങ്കേതിക വിദ്യ ഇന്ത്യയിലെ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. സമുദ്രജലത്തെ കുടിവെള്ളമാക്കി മാറ്റുന്ന ഡീസാലിനേഷൻ പ്ലാന്റുകൾ ഇന്ത്യയെ തീരദേശ മേഖലകളിൽ സ്ഥാപിക്കാൻ സാങ്കേതികമായി സഹായം ലഭിക്കും. ഇസ്രയേലുമായി അടുക്കുമ്പോഴും അറബ് ലോകവുമായുള്ള ബന്ധം വഷളാകാതെ നോക്കുക എന്നത് ഇന്ത്യയുടെ വലിയൊരു വെല്ലുവിളിയാണ്. എന്നാൽ പ്രധാനമന്ത്രി മോദിയുടെ നയതന്ത്രം ഈ സന്തുലിത അവസ്ഥ ഉറപ്പാക്കി. ഇന്ത്യയുടെ ഇസ്രയേൽ ബന്ധം പലസ്തീൻ ബന്ധത്തെ ബാധിക്കില്ല എന്ന നയം ഇന്ത്യ ശക്തമായി ഉയർത്തിപ്പിടിക്കുന്നു. ഇത് അറബ് രാജ്യങ്ങൾക്കും സ്വീകാര്യമാണ്. ഇന്ത്യ, ഇസ്രയേൽ, UAE, USA എന്നീ രാജ്യങ്ങൾ ചേർന്നുള്ള ഈ സഖ്യം ഇതിനോടകം തന്നെ ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മോദിയുടെ സന്ദർശനം ഈ സഖ്യത്തിന് കൂടുതൽ ജീവൻ നൽകും. ഫെബ്രുവരി 25-ന് തെൽ അവീവിൽ എത്തുന്ന പ്രധാനമന്ത്രി മോദിയെ സ്വീകരിക്കാൻ രാജ്യം മുഴുവൻ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞു. മോദിയും നെതന്യാഹുവും തമ്മിലുള്ള സുഹൃത്ത് ബന്ധം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉദ്യോഗസ്ഥതല തടസ്സങ്ങൾ നീക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇസ്രയേലിലുള്ള ഇന്ത്യൻ വംശജരെ അഭിസംബോധന ചെയ്യുന്ന പരിപാടി ഇന്ത്യയുടെ മൃദുശക്തി വിളിച്ചോതുന്നതാകും. ഇത്രയും വലിയൊരു സഖ്യം രൂപീകരിക്കുമ്പോൾ ചില വെല്ലുവിളികളും മുന്നിലുണ്ട്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ശത്രുതയിൽ ഇന്ത്യ ഏത് പക്ഷം ചേരുമെന്നതും പ്രധാനമാണ്. ഇന്ത്യക്ക് രണ്ട് രാജ്യങ്ങളുമായി നല്ല ബന്ധമുണ്ട്. ചൈനയും റഷ്യയും ഈ പുതിയ സഖ്യത്തെ എങ്ങനെ നോക്കിക്കാണുമെന്നതും ഇന്ത്യയുടെ നയതന്ത്ര പക്വത പരീക്ഷിക്കും. എന്റെ സുഹൃത്തായ നരേന്ദ്രമോദി ഇസ്രയേലിലെത്തും. അത് തീവ്രവാദത്തിനെതിരെയുള്ള രാജ്യങ്ങളുടെ അച്ചുതണ്ടായിരിക്കുമെന്ന നെതന്യാഹുവിന്റെ വാക്കുകൾ വെറും ഒരു പ്രസ്താവനയല്ല. ലോകം മാറ്റത്തിന്റെ പാതയിലാണ്. ഇന്ത്യയുടെ കരുത്തും ഇസ്രയേലിന്റെ ബുദ്ധിയും ചേരുമ്പോൾ രൂപപ്പെടുന്നത് ഒരു സുരക്ഷിത ലോകമാണ്.